ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു മൈ തിരുവോണം ഡേ വ്ലോഗ്. രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ നേരെ പച്ചക്കറികളൊക്കെ അരിയാനായിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികൾ വെക്കാൻ കുറച്ച് എളുപ്പമുണ്ടല്ലോ. എല്ലാം ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സദ്യ വെക്കുന്നത്. ഞാൻ എൻ്റെ ഉത്രാടം വ്ലോഗിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് എക്സ്റ്റെൻസീവായിട്ട് വ്ലോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കറി വെക്കലും വ്ലോഗ് ചെയ്യലും കൂടി ആയി കഴിഞ്ഞാൽ 2025 ഓണായാലും എൻ്റെ കറി വെച്ചത് ഇല്ല എന്ന് എനിക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി. സോ ഞാൻ പതുക്കെ വ്ളോഗ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കറി വെക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം ഈ ഓണത്തിന് നമുക്ക് ഉണ്ണേണ്ടതാണല്ലോ. അങ്ങനെ നമ്മൾ ഓരോ കറികളും അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ട് ഇടയ്ക്കൂടെ പറ്റുന്ന ഷോർട്സൊക്കെ ഞാൻ എടുത്തു വെച്ചു. കണ്ടോ, ഞാനിങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ എടുത്തു വെച്ചായിരുന്നു. ഞാൻ ഈ കറി വയ്ക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ആൺ ശിരോമണികൾ പുറത്ത് പൂക്കളിടൽ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പായസം 2 പായസമാണ് ഉണ്ടാക്കിയത്. ഒന്ന് പരിപ്പ് പായസം, ഒന്ന് പാലട പായസം. പാലട പായസം ഞാൻ ഡബിൾ ഹോസിൻ്റെ റെഡി മിക്സ് വാങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയ എളുപ്പപ്പണിക്ക്. പരിപ്പ് പായസം ഞാൻ പിന്നെ ആദ്യം തൊട്ടേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നേരം കൊണ്ട് നമ്മൾ പൂക്കളം അടിപൊളിയായിട്ട് അവർ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൂക്കളം. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം കാണിച്ചത് കൊണ്ടാട്ടാണ്. ഇത് ഇഞ്ചിത്തൈര്, ഇത് എരിശ്ശേരി, പിന്നെന്താണ് പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, പിന്നെന്താണ് നമുക്ക് അവിയലുണ്ട്, കാളനുണ്ട്, കൂട്ടുകറിയുണ്ട്, തോരൻ, പിന്നെന്താണ് പരിപ്പ് പായസം എന്താ അപ്പുറത്തിലുള്ളത്. ഇത് പാലട പായസം. പിന്നെ ഇഞ്ചംപുളി ഉണ്ട്. ഞങ്ങളുടെ അവിടെ ഇഞ്ചംപുളി എന്നാണ് പറയുക, പുളിഞ്ചി എന്നും പറയും. പിന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെ നമ്മുടെ കായ വറുത്തത്, ശർക്കര ഉപ്പേരി. ഞങ്ങളുടെ അവിടെ ശർക്കുട്ട് ഉപ്പേരി എന്നും പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ഇലയൊക്കെ വിളമ്പി ഓരോന്നോരോന്നായിട്ട് വിളമ്പി നമ്മൾ കഴിക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ സദ്യ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് സദ്യയുടെ ക്ഷീണം മാറ്റാൻ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ മേലൊക്കെ പോയി ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ഒരു കൊച്ചു ഓണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.